അയ്യോ അയ്യോ സീനാലോ, ഫ്ലാപ്പ് പറന്നു പോയിണ്ട്, ഒരു ഫ്ലാപ്പ് പോയി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ റിയർ ബ്രേക്കർ. ഗായ്സ് ദേ നമ്മളിപ്പോൾ വന്നേക്കണത് ചെറിയൊരു എൻ്റെ കയ്യിലിരിക്കണ കണ്ടാണ് കേട്ടോ നമ്മൾ എന്തിനാണ് വന്നേക്കുന്നത്. ചെറുതായിട്ടൊന്ന് മൈലേജ് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് എറണാകുളം പോണ വഴിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൈലേജ് ടെസ്റ്റ് കൂടി നോക്കിയേക്കാന്ന് വെച്ചാൽ. അപ്പോൾ കുറച്ച് കമൻസായി വരുന്നു ഓണർ റിവ്യൂവും പിന്നെ മൈലേജ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം മൈലേജ് ടെസ്റ്റ് കണ്ട് ചെയ്തേക്കാം. ഞാനും അത്ര ആക്യുറേറ്റ് ആയിട്ട് നോക്കിയിട്ടൊന്നുമല്ല, നമുക്കൊരു ഓൺ ആവറേജ് കണക്കുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് പോണേ. അപ്പോൾ ഇതൊരു BS3 RC200 ആണ് കേട്ടോ, 2015 മോഡലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റ് നോക്കി വെക്കാം. അപ്പോൾ ഇത് ഒഴിച്ചിട്ടല്ല കേട്ടോ ഞാൻ നോക്കണേ, ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് നോക്കണേ. അപ്പോൾ 1 ലിറ്റർ ഒഴിച്ച് നോക്കണതിൻ്റെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂൽ പമ്പിന് താഴെ പോയിട്ട് എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സീനാണ് കേട്ടോ. അപ്പോൾ അത് വേണ്ട. അപ്പോൾ നമുക്ക് ഇനി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഗൈസ് ദേ നമ്മൾ പമ്പിലെത്തി കേട്ടോ. ഇനി നമുക്ക് ഫുൾ ടാങ്കും കാര്യങ്ങളൊക്കെ അടിക്കാം. ഫുൾ ടാങ്ക് ഇതിലുണ്ട്, ഫുൾ ടാങ്ക് അടിച്ചോ. ഫുൾ ടാങ്ക് ഉണ്ടാവും. ഓക്കെ, ഒന്നാമത് ഒരു 3/4 ടാങ്കോളം പെട്രോൾ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഓക്കെ, ഏകദേശം നടന്ന് മതി. ഓക്കെ, കറക്റ്റ് ലെവലിൽ പറഞ്ഞിട്ട് അല്ല കാടാ. ഓക്കെ, ട്രിപ്പ് ടു 0 നമുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളെന്തായാലും ട്രിപ്പ് 0 ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് നോക്കി വെക്കാം. നമ്മൾ പോകാൻ പോകുന്നത് അത്യാവശ്യം കുറച്ച് ഇങ്ങനത്തെ കുറച്ച് ട്രാഫിക്കുള്ള റോഡുണ്ട്, ഹൈവേ ഉണ്ട്, കുറച്ച് തിരക്ക് കുറഞ്ഞ സാധാ റോഡുണ്ട്. അപ്പോൾ എല്ലാ റോഡും കൂടെയും പോയി ഒരു സാധാരണ ഡെയിലി യൂസിൽ നമുക്ക് എത്ര മൈലേജ് കിട്ടുന്ന കേട്ടോ ഏകദേശം നമ്മളിപ്പോൾ നോക്കി നോക്കാം നമുക്ക് എത്ര കിട്ടുന്നത്. എനിക്കൊരു ചെറിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചൊരു നമുക്ക് 32 to 35 അതിനകത്താണ് ഒരു എക്സ്പെക്റ്റേഷൻ. നമുക്ക് നോക്കാം ഏകദേശം എത്ര കിട്ടുമെന്ന്. 35-ന് മേലെ കിട്ടിയ ഹാപ്പിയാണ്. ഞാൻ അറിയാലോ നമുക്ക് ഇങ്ങനത്തെ വണ്ടിയൊക്കെ എങ്ങനെ ഓടിക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് മൈലേജും കാര്യങ്ങളും തരാം. ഒരു സ്വീറ്റ് സ്പോട്ടിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ വണ്ടി തരും കേട്ടോ. നല്ല രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലെൻഡർ അത്രയ്ക്കൊന്നും കിട്ടില്ല കേട്ടോ. സാധാരണ ഒരു മൈലേജ് ഒരു ഓടിച്ചുകൊണ്ട് പോകാത്തുള്ളൊരു മൈലേജും കാര്യങ്ങളൊക്കെ വണ്ടി തരും. അതർവൈസ് നമ്മൾ നല്ല രീതിക്ക് കൈ കൊടുത്തിട്ടൊക്കെ ഓടിക്കുക വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. പിന്നെ നമ്മൾ അത്ര കണ്ട് കൈ കൊടുത്തല്ലേ കയറി പോകണേ. പതുക്കെ അങ്ങനെ ഒരു ഭയങ്കര ലീനായിട്ടോ നമ്മൾ കൈ കൊടുത്ത് കയറി പോകണേ. അത്യാവശ്യം നമുക്ക് മാക്സിമം മൈലേജ് ഔട്ട്പുട്ട് കിട്ടും നോക്കാം. വീഡിയോ നമുക്കൊരു ഭയങ്കര ചെറിയൊരു വീഡിയോ, ഭയങ്കര ഷോർട്ട് വീഡിയോ ആവും. നമ്മുടെ കമൻസ് കണ്ടുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഈ മൈലേജ് ടെസ്റ്റിങ് കാരണം ചെയ്യണേ. നമുക്കൊരു 2 വിധത്തിൽ നമുക്ക് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് ടാങ്ക് ടു ടാങ്ക് നോക്കാം, അല്ലാതെ പക്ഷെ നമുക്ക് ലിറ്റർ അടിച്ചിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ടാങ്ക് ടു ടാങ്കും പിന്നെ ലിറ്ററൊക്കെ അടിച്ച് നോക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ടാങ്ക് ടു ടാങ്ക് നോക്കണതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് ടു ടാങ്ക് ആകുമ്പോൾ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോളുണ്ട്, നമ്മൾ എത്രയാണ് ഓടിയത് അതിനനുസരിച്ചുള്ള അടുത്ത പെട്രോൾ കയറും. അപ്പോൾ അത് ഡിവൈഡ് ആയിട്ടാണ് നമ്മൾ നോക്കുക. അല്ലാണ്ട് നമ്മളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലിറ്റർ അടിച്ച് നോക്കുമ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പെട്രോൾ ഫുള്ളും വറ്റിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ലിറ്ററോ 1/2 ലിറ്ററോ പെട്രോൾ ഒഴിക്കും. അതെത്ര ദൂരം ഓടി നോക്കും. അപ്പോൾ നമ്മുടെ പമ്പ് ഭയങ്കരമായിട്ട് ഹീറ്റായിക്കൊണ്ടിരിക്കും. നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളാണ്, കാർബറേറ്റർ വെച്ചാൽ കുഴപ്പമില്ല. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആകുമ്പോൾ നമ്മൾ പെട്രോളിൻ്റെ താഴെ അതിൻ്റെ മോട്ടർ മുങ്ങി കിടക്കാം. മിനിമം ഒരു 2-2.5 ലിറ്റർ എപ്പോഴും വയ്ക്കാൻ ശ്രദ്ധിക്കാം. ഇടയ്ക്കൊക്കെ വെച്ചാൽ വലിയ സീനില്ല. പക്ഷേ സ്ഥിരം ഈ ലോ ഫ്യൂലായിട്ട് ഓടുന്ന വണ്ടികളിലൊക്കെ പമ്പ് പെട്ടെന്ന് അടിച്ചു പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടാങ്ക് ടു ടാങ്ക് റേഞ്ച് നോക്കാൻ വിചാരിച്ചത്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് മൈലേജ് ഡിപ്പെൻസ്. ഹൈഫില്ലെങ്കിൽ നമുക്ക് മൈലേജ് നല്ല രീതിക്ക് കുറയും. അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ, ടയർ ലെയർ ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ ഷോർട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂർ എത്താറായിട്ടോ. തൃശ്ശൂർ ടൗണും കാരണം എത്താറായിട്ടില്ല കേട്ടോ. നല്ല തിരക്കുണ്ട്, അതേപോലെ നല്ല വെയിലുണ്ട്. 7 or 7.5 ആ റേഞ്ച് RPM പിടിച്ചിട്ടാണ് നമ്മൾ വരണേ. ഒരു 70 to 80 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലോക്കും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ മൈലേജിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാണെന്ന് തോന്നണം. നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് തീരുമാനം മാറ്റി നമ്മളൊന്ന് സ്റ്റുഡിയോ വരെ പോവാണ്. അപ്പോൾ നമ്മളിത് സ്റ്റുഡിയോയിലെത്തിട്ടോ. അതിന് ഇവിടെ നിന്ന് നോക്കിയിട്ട് കളക്ഷനുകളൊക്കെ നോക്കിയിട്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കി പറയാം.
അപ്പോൾ നമ്മളിത് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി. സ്റ്റുഡിയോയിൽ നല്ല അടിപൊളി തിരക്കാണ് കേട്ടോ. അയ്യോ, സമയം നമ്മുടെ കുറേ വേസ്റ്റ് അതിനകത്ത് പോയിട്ട്. ഇപ്പോൾ ഏകദേശം 19 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്കൊരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ 60 കിലോമീറ്ററായിട്ട് നമുക്ക് ഇനി പമ്പ് കയറാം, എന്നിട്ട് നമുക്ക് മൈലേജ് വെക്കാം. സോ ഗൈസ്, ഇത് നമ്മളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ കയറാൻ പോകണം. റൗണ്ടിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. ഇന്ന് എല്ലായിടത്തും നല്ല ബ്ലോക്കാണ്. നല്ല ദിവസം മൈലേജ് ടെസ്റ്റ് ചെയ്യാനായിരുന്നു. നോക്കാം എന്തായാലും നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഹൈവേ കയറിയിട്ട് ബാക്കി കാര്യമാണ്. അതുവരെയൊക്കെ ഇങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ടാണ് നടക്കുന്നത്, അതിൻ്റെ അമ്പരം കാര്യം കേട്ടോ, റൗണ്ടാണേ. അപ്പോൾ ഗൈസ്, നമ്മളിത് ഹൈവേയിലെത്തി. ഇനി ഹൈവേയിൽ നമുക്കൊരു 20-30 കിലോമീറ്റർ ഹൈവേ കൂടെ പോയിട്ട് നമുക്ക് പെട്രോൾ അടിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഏകദേശം 29 കിലോമീറ്ററോളമായി നമ്മൾ വണ്ടി ഓടിച്ചു. നമുക്ക് എന്തായാലും 20 കിലോമീറ്ററും പോയിട്ട് നമുക്ക് പെട്രോൾ അടിക്കാം. ഇതിലിപ്പോൾ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 7K RPM തൊട്ട് താഴെ കേട്ടോ. ഒരു 80 to 90 നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. 7K അപ്പുറത്തേക്ക് പോയിട്ടില്ല, വലിച്ചെടുത്താൽ കയറിപ്പോവും. പക്ഷെ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 7K ഒരു സ്വീറ്റ് സ്പോട്ടാണല്ലോ, നമുക്ക് അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. മൈലേജ് ടെസ്റ്റിന് വേണ്ടി മാത്രം. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു 60 കിലോമീറ്ററായി. ഇനി നമ്മൾ നേരെ അടുത്ത പമ്പ് കയറിയിട്ട് നമ്മൾ റീഫിൽ ചെയ്യാൻ പോകണം, ഫുൾ ടാങ്ക് അടിക്കാൻ പോകണം. എന്നിട്ട് നമ്മൾ റീഡിങ് നോക്കാൻ പോകണം. നമ്മുടെ ഇപ്പോൾ ലെഫ്റ്റിലൊരു HP പമ്പും കാരണം വരേണ്ടതാണ്. നമ്മുടെ ലെഫ്റ്റിലൊരു HP പമ്പുണ്ട്. നമുക്ക് ഇനി അവിടെ കയറിയിട്ട് പെട്രോൾ അടിക്കാം. അതാ ഫുൾ ടാങ്ക്. പെട്ടെന്ന് അറിയുവേ കേട്ടോ, ഉണ്ടായാൽ സ്വല്പം കൂടി മതി. അതെ, 1.75. തേമേ നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിനി ഏതായാലും ചായക്കടയിലോ നമുക്ക് എവിടെയെങ്കിലും വെള്ളം കുടിക്കാൻ കയറുമ്പോൾ നമുക്ക് ഈ റീഡിങ്ങും കാര്യങ്ങളും നോക്കാവേ. അപ്പോൾ നമുക്ക് നേരെ വിടാം. ആ സൈലോയിൽ പോണ ചേട്ടന്മാർ ഫുള്ള് വൈബാണല്ലോ. അയ്യോ, എന്തോ ഇതൊന്നും പറയണില്ല. വിചാരിച്ചുള്ള സാധനമായിട്ട് പോകുന്നു, അതായിട്ട് തെറിച്ചു വിടും. ചേട്ടാ, ഒരു ഫ്ലാപ്പ് പറന്നു പോയിണ്ട്. ഒരു ഫ്ലാപ്പ് പോയി. ഫ്ലാപ്പ് പറഞ്ഞ പോയിണ്ട്. നല്ല അടിപൊളി ബ്ലോക്കാണല്ലോ. അയ്യോ, ഒരു വണ്ടി അലക്കിണ്ടല്ലോ അവിടെ. അയ്യോ, സീനാലോ. 1.75 ലിറ്റർ കേട്ടോ. 1.25 ലിറ്റർ നമ്മൾ അടിച്ചു. നമ്മളെ വണ്ടി ഓടിയത് 60.5 കേട്ടോ. 60 കിലോമീറ്റർ 500 മീറ്റർ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 60.5 ഡിവൈഡഡ് ബൈ 1.75 നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ മൈലേജ് 34.5 ആണ് കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്രോക്സ് ഒരു 35 അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് നമ്മൾ മൈലേജ് നോക്കാൻ വേണ്ടി അങ്ങനെ ഓടിച്ചുകൊണ്ടാണോന്നറിയില്ല. നമ്മൾ നല്ല രീതിക്ക് പതുക്കെയായിട്ടാണ് പോയിണ്ടായിരുന്നത്. നമ്മൾ വലിയ കാര്യത്തിൽ കൈ കൊടുത്തില്ല, ഭയങ്കര ലീനായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അതിൽ നമ്മൾ ഓടിച്ച സ്ഥലങ്ങൾ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ബ്ലോക്കിൽ കുറച്ച് പേര് ഓടിച്ചു, സാധാ ഇങ്ങനത്തെ റോഡിൽ ഓടിച്ചു, ഒക്കെ ഉണ്ട് ഹൈവേയിൽ ഓടിച്ചു കേട്ടോ. ഹൈവേയിൽ നമ്മൾ ക്രൂസ് ചെയ്യുന്നുണ്ടായിരുന്നൊരു 70 to 80 കേട്ടോ ഹൈവേയിൽ ക്രൂസ് ഉണ്ടായിരുന്നു. മറ്റിടത്തൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മൾ നോർമൽ രീതിയിലാണ് പോണേ. ബ്ലോക്കിൽ നിന്നൊക്കെ എടുത്ത് വരുമ്പോഴും ഭയങ്കര ലീനായിട്ടാണ് വണ്ടി എടുത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം 35 കിലോമീറ്ററോളം കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ഇങ്ങനെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.